കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ദി അൺപാർഡനബിൾ സിൻ, ക്ഷമിക്കാൻ സാധിക്കാത്ത പാപം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികളെ പാത്രയുടെ പിതാവേ, അടിയങ്ങൾ ക്ഷമിക്കാൻ പറ്റാത്ത പാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നു. പിതാവേ, ഇത് അടിയങ്ങൾക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും ക്രൂശിൽ അടിയങ്ങൾക്ക് നൽകുന്നത് എന്താകുന്നുവെന്ന് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ആ വലിയ ദാനത്തെ അടിയങ്ങൾ ഇനിയും വേണ്ടെന്ന് വയ്ക്കാതെ അതാണ് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ അടിയങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ തന്നെ ഈ വചനം നിങ്ങൾ ശ്രവിക്കുക. ഇതിൽ നമ്മൾ വായിക്കുന്ന വചനങ്ങൾ എഴുതിയെടുത്തിട്ട് അതിനുശേഷം നിങ്ങൾ വായിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മ നിങ്ങളുടെ കൂടെ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം, ഞാനും നിങ്ങളും ക്ഷമിക്കാൻ പറ്റാത്ത പാപം, ദി അൺപാർഡനബിൾ സിൻ കമ്മിറ്റ് ചെയ്തോ, നമ്മൾ ചെയ്തിട്ടുണ്ടോ? ആദ്യം മനസ്സിലാക്കാൻ രണ്ട് തരം പാപങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. സിൻ അൺ ടു ഡെത്ത് ആൻഡ് സിൻ നോട്ട് അൺ ടു ഡെത്ത്. മരണത്തിന് വേണ്ടിയുള്ള പാപങ്ങളും മരണത്തിലേക്ക് നയിക്കാത്ത പാപങ്ങളും. അപ്പോൾ ഇത് ഞാൻ പറയുന്ന മുമ്പ് വായിക്കുന്ന മുമ്പ് എല്ലാ പാപവും അധർമ്മം തന്നെ എന്ന് തിരുവചനം പറയുന്നു. എല്ലാ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ് യേശു മരിച്ചതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പഠനം അല്ലെങ്കിൽ രണ്ട് തരം പാപമുണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പാപം ചെയ്യാൻ ഉള്ളൊരു എക്സ്ക്യൂസ് അല്ല. അത് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പാപം ചെയ്യാൻ എക്സ്ക്യൂസ് അല്ല, പക്ഷേ തിരുവചനം പഠിപ്പിക്കുന്നുണ്ട് രണ്ട് തരം പാപമുണ്ട്. മരണത്തിനായിട്ടുള്ള പാപങ്ങൾ, മരണത്തിനല്ലാത്തുള്ള പാപങ്ങൾ. നമുക്ക് ആ വാക്യം നമുക്ക് വായിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എല്ലാ പാപത്തിനും നമ്മൾ കഴുകാൻ വേണ്ടിയാണ്. നീതി വസിക്കുന്ന പുതിയ ആകാശത്ത് പുതിയ ഭൂമിയിൽ ഒരു പാപം പോലും വസിക്കത്തില്ല. എല്ലാ പാപങ്ങളും അധർമ്മം തന്നെയാണ്. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 18 വാക്യങ്ങൾ. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 16 മുതൽ 18. സഹോദരൻ മരണത്തിൽ അല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്താണ്? ഒരു വ്യക്തിയോട് പറയാണ്, നിന്റെ സഹോദരൻ മരണത്തിനല്ലാത്തുള്ള പാപങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏത്? മരണത്തിനല്ലാത്തുള്ള പാപങ്ങൾ. പക്ഷെ മരണത്തിനായിട്ടുള്ള പാപമാണെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല എന്നാണ്. തുടർന്ന് വായിക്കുന്നു, ഏത് അനീതിയും പാപമാകുന്നു, മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. വീണ്ടും തിരുവചനം എടുത്തു പറയുന്നു, ഏത് അനീതിയും പാപമാണ്, പക്ഷേ മരണത്തില്ലാത്ത പാപമുണ്ട്. 18-ാം വാക്യം, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നുമില്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്തില്ല. തിരുവചനം പറയാണ്, മരണത്തിനായിട്ടുള്ള പാപം മാത്രമാണോ ചെയ്യാത്തത്, അത് മരണത്തിനല്ലാത്ത പാപങ്ങളും ചെയ്യാത്ത വ്യക്തിയാണോ ദൈവത്തിൽ ജനിച്ചവൻ? തിരുവചനം വ്യക്തമാക്കുന്നു, ഒരു പാപവും ചെയ്യാത്ത മനുഷ്യനാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. ആണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, ഈ പഠനം ഒരിക്കലും പാപം ചെയ്യാനുള്ള എക്സ്ക്യൂസ് നമുക്ക് നൽകുന്നില്ല, പക്ഷെ നേരെ മറിച്ച് എന്താകുന്നു എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ അൺപാർഡനബിൾ സിൻ, ക്ഷമിക്കാൻ പറ്റാത്ത പാപം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് ഈ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഒരിക്കലും ഇവിടെ പാപത്തെ അനുവദിക്കുന്നു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയും നീതിമാന്മാർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. കാരണം തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, വെളിപ്പാട് 22:14-15 അതേപോലെ വാക്യങ്ങൾ, എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ടും കാത്തിരിക്കുന്നു. നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നീതി മാത്രമേ വസിക്കുന്നുള്ളൂ. രണ്ടു തരം പാപമുണ്ട്, മരണത്തിനായിട്ടുള്ളത്, മരണത്തിനല്ലാത്ത. പക്ഷേ എല്ലാ പാപങ്ങളും അധർമ്മം തന്നെ. ആ അധർമ്മം ഒന്നും പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഉണ്ടാകില്ല. നമ്മളെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ക്രിസ്തു എന്ത് ചെയ്യണം? നമ്മളെ പരിപൂർണമായിട്ട് നമ്മളെ ശുദ്ധീകരിക്കണം. കാരണം ഒരു അനീതിയും എന്ത് ചെയ്തില്ല, സ്വർഗത്തിൽ കിടക്കില്ല. നമ്മളെ പരിപൂർണമായിട്ടും ക്രിസ്തുവിന് സന്നിധി സമർപ്പിക്കണം. ക്രിസ്തു നമ്മളെ നിഷ്കളങ്കമാക്കി കറ, ചുളിക്കം, മാലിന്യം ഒന്നുമില്ലാതെ നമ്മളെ മാറ്റാൻ സഹായിക്കുന്നു. പക്ഷേ ഈ രണ്ട് വ്യത്യാസങ്ങൾ എന്തിനാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പക്ഷേ ഈ വ്യത്യാസങ്ങൾ ഒരിക്കലും നമുക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് നൽകുന്നില്ല. കാരണം എന്താണ്? വേദപുസ്തകം വ്യക്തമായിട്ട് പറയുന്നു, റോമർ 6:1-2, ആകയാൽ നാം എന്തു പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപം സംബന്ധമായ മരിച്ചവരായ നാം ഇനി അത് ജീവിക്കുന്നത് എങ്ങനെ? എത്ര പാപത്തിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്?
എല്ലാ പാപത്തിനും വേണ്ടിയാണ്. നമ്മൾ ചെയ്ത മനുഷ്യകുലം ചെയ്ത എല്ലാ പാപങ്ങളും അവൻ്റെ മേൽ ചുമത്തിയെന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. അവൻ അതിൻ്റെ വില പരിപൂർണമായിട്ട് നൽകി. നമുക്ക് വായിക്കാം യെശയ്യാവ് 53:4-6. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. അപ്പോൾ അവൻ്റെ മുറിവും അവൻ്റെ അടിപ്പിടലുകളെല്ലാം നമ്മുടെയാണ്. അതിനാൽ നമുക്ക് എന്ത് വന്നിരിക്കുന്നു? സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരെയും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നമ്മുടെ എല്ലാ പാപങ്ങളും ക്രിസ്തുമേൽ ചുമന്നു, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഒരു മനോഹര പുസ്തകമുണ്ട്, സെലക്റ്റഡ് മെസ്സേജസ് എന്ന പുസ്തകത്തിൽ. അത് ഇപ്രകാരം പറയുന്നു: ജസ്റ്റിസ് ഡിമാൻഡ് ദാറ്റ് sin be not merely pardoned, but death penalty must be executed. ദൈവത്തിന് നീതി ആവശ്യപ്പെടുന്നത് പാപം ചുമ ക്ഷമിച്ചാൽ മാത്രം പോരാ, പക്ഷേ അതിന് മരണശിക്ഷ നടപ്പിൽ വരുത്തണം. God in the gift of his only begotten son met both this requirement. ക്രിസ്തുവിലൂടെ പിതാവ് ഈ രണ്ട് കാര്യങ്ങളും നടത്തി. By dying in man's stead, Christ exhausted the penalty and provided a pardon. ക്രിസ്തു മനുഷ്യന് വേണ്ടി മരിക്കുന്നതിൽ കൂടി നമുക്ക് വേണ്ടിയുള്ള എല്ലാ വിലയും നൽകി നമുക്ക് പാപക്ഷമ നൽകിയിരിക്കുന്നു. ക്രിസ്തു എന്താണ് ചെയ്തത്? ഹി എക്സോസ്റ്റഡ്, നമുക്കുള്ള എല്ലാ വിലയും അവൻ നൽകി. ഇനി ഒരു വിലയും എന്തില്ല നമുക്ക് അതിനുവേണ്ടി നൽകാനില്ല. നമ്മുടെ എല്ലാ പാപങ്ങളും അവൻ എന്ത് ചെയ്തു? വാങ്ങിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ ഇവിടെ ആദ്യം തന്നെ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ ചെയ്യുന്ന ഈ പാപങ്ങൾ, അത് മോഷണമായാലും കള്ളം പറയുന്നതായാലും അത് ഏത് പാപം തന്നെ ആയിക്കോട്ടെ, അതെല്ലാം അധർമ്മം തന്നെ. പക്ഷെ നമ്മൾ ആരും നഷ്ടപ്പെടുന്നത് ഈ പാപങ്ങൾ ചെയ്യുന്നതുകൊണ്ടല്ല. ഞാനോട് ആവർത്തിക്കുന്നു, നമ്മൾ കൊല ചെയ്യുന്നുണ്ടോ, വ്യഭിചാരം ചെയ്യുന്നുണ്ടോ, മോഷ്ടിക്കുന്നുണ്ടോ, നമ്മൾ മോഹിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതൊരിക്കലും പാപത്തെ ലംഘിക്കാൻ, അല്ലെ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നു. പക്ഷേ നമ്മൾ നഷ്ടപ്പെടുന്നത് ക്രിസ്തു നമുക്ക് വച്ചിരിക്കുന്ന ആ മാർഗം, ക്രിസ്തു നമുക്ക് വച്ചിരിക്കുന്ന ആ പാപക്ഷമ നമ്മൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ്. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഞാൻ പറയുന്നതിൻ്റെ സാരം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു. സകല പേരും, ഒരു വ്യക്തിയും ഉൾപ്പെടാതെ, വെളിയിലാകാതെ എല്ലാവരും, ഈ ഭൂമിയിൽ ജീവിച്ച ആദം മുതൽ ജീവിച്ച സകലവരും ക്രിസ്തു യേശു ഒഴിച്ച് എല്ലാവരും പാപം ചെയ്തു. പക്ഷേ ആദം രക്ഷിക്കപ്പെടുമോ? രക്ഷിപ്പെടും, നമ്മൾ വിശ്വസിക്കുന്നു. മോശ രക്ഷിക്കപ്പെടുമോ? രക്ഷിക്കപ്പെടും. നോഹ രക്ഷിക്കപ്പെടുമോ? രക്ഷിക്കപ്പെടും. എന്തുകൊണ്ട്? അവരൊന്നും പാപം ചെയ്തില്ലേ? ചെയ്തു. പക്ഷെ എന്തുകൊണ്ട് അവർ രക്ഷിക്കപ്പെടുന്നു? ക്രിസ്തുവിൻ്റെ ക്ഷമ അവർ സ്വീകരിച്ചു. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ, പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അത് ആകുന്നതിന് മുൻപ് ഈ പുതിയ യെരൂശലേം എന്ത് ചെയ്യും? ഈ ഭൂമിയിലേക്ക് വന്ന് സ്ഥാപിക്കപ്പെടും. ഈ ഭൂമിയിൽ വന്ന് സ്ഥാപിക്കപ്പെട്ട ശേഷം ഒലിവ് മല രണ്ടായിട്ട് പിടിക്കും. ഇത് നമുക്ക് സെക്രിയാവിൻ്റെ പ്രവചനം 14-ാം അധ്യായത്തിൽ വായിക്കാൻ സാധിക്കും. എന്നിട്ടാണ് ഈ നഗരം വന്ന് സ്ഥാപിക്കപ്പെടുന്നത്. വെളിയിലുള്ളവർ ദുഷ്ടന്മാരും അകത്തുള്ള നീതിമാന്മാരാണ്. ദൈവം ഇത് 1000 ആണ്ടിന് ശേഷമാണ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിക്കും. അപ്പോൾ അകത്തുള്ളവർ ഒന്നും ചെയ്യത്തില്ല, അവർക്കൊന്നും സംഭവിക്കത്തില്ല. വെളിയിലുള്ളവർ തീരെ നശിപ്പിക്കപ്പെടും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, അകത്തുള്ളവർ ഒരു പാപം ചെയ്യാത്ത വ്യക്തികളല്ല, ചിലപ്പോൾ വെളിയിലുള്ളവരെക്കാൾ കൂടുതൽ പാപം ചെയ്ത, കാരണം നമുക്കറിയാം വേദപുസ്തകത്തിൽ വലിയ വലിയ അതിക്രമങ്ങൾ ചെയ്ത, വലിയ വലിയ പാപങ്ങൾ ചെയ്ത വ്യക്തികൾ പിന്നെ മനം തിരിഞ്ഞ് വന്നവരുണ്ട്. ചിലപ്പോൾ വെളിയിലുള്ളവർ ചെറിയൊരു കുറ്റമായിരിക്കും ചെയ്തത്, പക്ഷേ അവർ വെളിയിലും ഇവർ ഉള്ളിലുമാണ്. എന്താണ് വ്യത്യാസം? ഉള്ളിലുള്ളവർ ക്രിസ്തു വച്ചിരിക്കുന്ന ആ മാർഗം സ്വീകരിച്ചു, ക്രിസ്തുവിൻ്റെ ക്ഷമ സ്വീകരിച്ചു. ഇപ്പോൾ ഞാനും മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്രിസ്തു നമുക്ക് വില നൽകി, പരിപൂർണമായിട്ടും വില നൽകി, നമ്മുടെ എല്ലാ പാപങ്ങൾക്കും വേണ്ടി വില നൽകി. കാരണം ഗലാത്യർ 3:13 നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്നെ മാത്രമല്ല വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, നിങ്ങളെ മാത്രമല്ല വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്, പക്ഷേ നമ്മളെ പാപങ്ങളെയും അവൻ വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് നമുക്ക് ഇനി അതിന്മേൽ ഒരു അവകാശമില്ല, നമ്മുടെ പാപത്തിന്മേലും നമുക്ക് ഒരു അവകാശമില്ല എന്ന് വ്യക്തമാക്കുന്നു. സാൽവേഷൻ ഇൻ ക്രൈസ്റ്റ് ജീസസിൽ ഇപ്രകാരം പറയുന്നു: സോ വെൻ ദി ഹോളി സ്പിരിറ്റ് ടെൽ us that Christ gave himself for our sins, we should be equally sure that they belong to him
and not to us. They are ours no longer and we have no right to them. നമ്മൾ പാപത്തെ ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ എന്നെയും നിങ്ങളെയും മാത്രമല്ല വിലയ്ക്ക് വാങ്ങിയത്, എൻ്റെയും നിങ്ങളുടെയും പാപത്തെയും വിലയ്ക്ക് വാങ്ങി. ഇനിമേൽ ആ പാപം എൻ്റെയുമല്ല നിങ്ങളുടെയുമല്ല, അത് അവൻ്റെതാണ്. തിരുവചനം ഇവിടെ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് വ്യക്തമാക്കി നൽകുന്നു. കർത്താവ് യേശു ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ നമ്മളെ മാത്രമല്ല, ഇത് വേറൊരു കോട്ടിൽ പറയുന്നതാണ്, നമ്മുടെ പാപത്താലും കൂടി നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അവൻ നമ്മളെ സ്വീകരിക്കും എന്നുള്ള ചോദ്യം പിന്നെ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവം എന്നെ സ്വീകരിക്കുമോ? നമ്മളെ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. നമ്മൾ കടയിൽ പോയി നമ്മളൊരു സാധനം വാങ്ങുന്നതിന് മുമ്പ് നമ്മളെ സാധനത്തെ പരിശോധിക്കും, അതിൻ്റെ ക്വാളിറ്റി പരിശോധിക്കും, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ വിലയും പരിശോധിക്കും. ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി, അത് ഏറ്റവും വലിയ വില കൊടുത്ത് നമ്മളെ വാങ്ങി. അപ്പോൾ ആ ക്രിസ്തു നമ്മളെ സ്വീകരിക്കാതിരിക്കുമോ? തീർച്ചയായിട്ടും സ്വീകരിക്കും. നമ്മൾ ഏത് അവസ്ഥയിലായാലും ക്രിസ്തു നമ്മളെ സ്വീകരിക്കും. ക്രിസ്തു നമ്മളെ സ്വീകരിക്കാൻ അവൻ തയ്യാറാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അയോഗ്യനാണ്, ഞാൻ ഏറ്റവും വലിയ പാപിയാണ്, അതുകൊണ്ട് ദൈവം എന്നെ ഒരിക്കലും സ്വീകരിക്കത്തില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഈ ഭൂമിയിലുള്ള ഇവിടെ പറയുന്നതാണ്, there is nothing in the whole universe that God desires so much as us and all the sins we have. ഈ പ്രപഞ്ചത്തിൽ ഒന്നും ദൈവം ഇത്രത്തോളം ആഗ്രഹിക്കുന്നില്ല. ഏത് മാത്രം ദൈവം ആഗ്രഹിക്കുന്ന? നമ്മളും നമ്മുടെ പാപങ്ങളും. കാരണം എന്നെയും നിങ്ങളെയും, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളെ അവൻ വിലയ്ക്ക് വാങ്ങി. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ അൺപാർഡനബിൾ സിൻ, ക്ഷമിക്കാൻ പറ്റാത്ത പാപത്തിലേക്ക് വരാം. എന്താണ് ക്ഷമിക്കാൻ പറ്റാത്ത പാപം? ചോദ്യം ഇതാണ്, ആ പാപം ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ആ ക്ഷമ അത് ഒരിക്കലും ലഭിക്കാതെ, ആ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ ചില മനുഷ്യർ പറയാറുണ്ട്, എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടു, ഇനി ഞാൻ ക്ഷമിക്കത്തില്ല. ദിസ് ലോങ് നോ ഫർദർ, ഇത്രത്തോളം ഞാൻ ക്ഷമിക്കും, ഇനി ഞാൻ ക്ഷമിക്കത്തില്ല. അന്ന് ഒരിക്കൽ ചോദിച്ചു, ശിഷ്യ കർത്താവ് യേശു ക്രിസ്തു ചോദിച്ചു, എത്ര തവണ ഞാൻ എൻ്റെ സഹോദരനോട് ക്ഷമിക്കണം? അപ്പം നമ്മൾ ക്ഷമയ്ക്ക് ഒരു അറുതി വെച്ചിട്ടുണ്ട്, ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ദൈവത്തെയും കാണാൻ, ദൈവം എന്താണ്, ചില കാര്യങ്ങൾ ക്ഷമിക്കും, ദൈവം ഇതൊന്നും ക്ഷമിക്കത്തില്ല. അങ്ങനെയാണോ? നമുക്ക് പഠിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 31-32. മത്തായി 12:31-32. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കില്ല. അപ്പോൾ ഏത് പാപമാണ് ദൈവം ക്ഷമിക്കാത്തത്? ബ്ലാസ്ഫീമിങ് അഗെയിൻസ്റ്റ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം. 32-ാം വാക്യം, ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിനും അവനോട് ക്ഷമിക്കുകയില്ല. എന്താണ് ഇപ്രകാരം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്? കാരണം പരിശുദ്ധാത്മാവ് കൊണ്ട് മാത്രമാണ് ദൈവം നമ്മളെ സത്യം ബോധിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ദൈവം നീതിയെ നമുക്ക് പറഞ്ഞു തരുന്നത്. പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ക്രിസ്തു നമുക്ക് വെളിപ്പെട്ടു വരുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യമാണ്, ഈ ഭൂമിയിൽ ദൗത്യമാണ് എന്നെയും നിങ്ങളെയും ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ തിരസ്കരിക്കുമ്പോൾ ആ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാനുള്ള ഏക മാർഗത്തെ നമ്മൾ അടക്കുകയാണ്. ഉദാഹരണത്തിന്, നമ്മളൊരു ഒരു ഐലൻഡിൽ ഒരു ദ്വീപിൽ നഷ്ടമായി പോയി. കാരണം വലിയ കടലാണ്. നമുക്ക് രക്ഷയുള്ളത് ഒരു ബ്രിഡ്ജ് മാത്രമാണ്, നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ബ്രിഡ്ജ് മാത്രം. ആ ബ്രിഡ്ജും കൂടി നമ്മൾ തീ കത്തിച്ചാൽ പിന്നെ നമുക്ക് രക്ഷയുണ്ടോ? ഇല്ല. അതേപോലെ പരിശുദ്ധാത്മാവ് ഒരു പാലമാണ്, നമ്മളെയും ദൈവം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ആ പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ക്രിസ്തു നമുക്ക് വെളിപ്പെടുന്നത്. ആരിലാണ് നമുക്ക് ക്ഷമയുള്ളത്? ക്രിസ്തുവിൽ. ആ ക്ഷമ നൽകുന്ന ക്രിസ്തുവിലെ നമുക്ക് ദർശിക്കാൻ പറ്റാതെയാകും നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണെങ്കിൽ. പരിശുദ്ധാത്മാവ് നമ്മൾ എടുത്തു മാറ്റുകയാണെങ്കിൽ ഒരിക്കലും ക്രിസ്തു ആരെന്ന്, ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്തെന്നോ സ്നേഹം എന്തെന്നോ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഉരുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ തകർക്കാനോ ഒന്നും ദൈവത്തിന് സാധ്യമാകാതെ വരും. കാരണം നമ്മുടെ ഹൃദയം തകരണം, നകുരണം, എന്നാൽ നമ്മൾ പുതിയതായി ജനിക്കുകയുള്ളൂ. ആ തിരുവചനത്തിൽ പറയുന്നതാണ്. അതിന് ഹൃദയത്തെ തകർക്കുക എന്ന് പറയുന്നത് നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ജഡീക ഹൃദയത്തെ തകർക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തെ മെൽറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ കൂടി മാത്രമാണ് ദൈവത്തിന് അത് ചെയ്യാൻ സാധിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:7-11 ഇപ്രകാരം പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് എന്ത് ചെയ്യും? ബോധം വരുത്തും.
യുഗങ്ങളുടെ പ്രത്യാശ എന്ന മനോഹരമായ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, നോ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ക്യാൻ ഫൈൻഡ് എ റെമഡി ഫോർ ദ സിന്നിങ് സോൾ. മനുഷ്യൻ്റെ ഓരോ മാർഗത്തിനും പാപം ചെയ്യുന്ന ആത്മാവിൻ്റെ പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. ദി ഫൗണ്ടൻ ഓഫ് ഹാർട്ട് മസ്റ്റ് ബി പ്യൂരിഫൈഡ് ബിഫോർ ദ സ്ട്രീംസ് ക്യാൻ ബിക്കം പ്യൂർ. നദിയുടെ ഉറവിടമാകുന്ന നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചാൽ മാത്രമാണ് അതിൽ നിന്ന് ഒഴുകുന്ന നദിയും ശുദ്ധീകരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ്, നമ്മുടെ പ്രവൃത്തികളെ മാറ്റാൻ നമ്മൾ നോക്കുന്നു. ചിലപ്പോൾ നുണ പറയുന്നതാകാം, ചിലപ്പോൾ അത് ചെയ്യുന്നതാകാം, ഇത് ചെയ്യുന്നതാകാം. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നോക്കുന്നത് ഇതാണ് പ്രവൃത്തിയാൽ രക്ഷ നേടാൻ ഉദ്ദേശിക്കുന്നവർ. അവരുടെ ശീലങ്ങൾ, ചില കാര്യങ്ങൾ ജീവിതത്തിൽ എടുത്ത് മാറ്റും, ചില മോഡിഫിക്കേഷൻസ് അവർ ജീവിതത്തിൽ വരുത്തുന്നു. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. എൻ്റെ തുടർന്ന് പറയുന്നു, ഹി ഹു ഈസ് ട്രൈയിങ് ടു റീച്ച് ഹെവൻ by his own works in keeping the law is attempting an impossibility. സ്വർഗത്തിലേക്ക് കടക്കാൻ സ്വന്തം പ്രവൃത്തി കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവൻ അസാധ്യതയാണ് അവൻ ശ്രമിക്കുന്നത്. There is no safety for one who has merely a legal religion, a form of godliness. പുറമേ ഉള്ള ഒരു കപട ഭക്തിയുള്ള ഒരു കാരണത്താലും രക്ഷിക്കപ്പെടുകയില്ല. The Christian life is not a modification or improvement of the old, but a transformation of nature. ക്രിസ്ത്യാനി എന്ന് പറയുന്നത് പഴയതിനെ ഒന്ന് മോടി പിടിപ്പിക്കുക, ഒന്ന് ചെറുതായിട്ട് മാറ്റുക, അതിന് കുറച്ച് ഭംഗി വരുത്തുക എന്നുള്ളതല്ല. അത് എന്ത് ചെയ്യണം? അത് മാറണം. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു മൃഗത്തെ നിറമടിച്ചോ ഇത് ചെയ്ത് വേറെ മൃഗത്തെ പോലെ ആക്കാം. പക്ഷെ അത് ജസ്റ്റ് എന്താണ്? മോഡിഫിക്കേഷനാണ്. നമുക്ക് ഒരു മൃഗത്തെ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് എടുക്കാം. പന്നി എടുക്കാം, പിഗ്. അതെന്ത് ചെയ്യുന്നു? അടുക്കിലേക്ക് എന്ത് ചെയ്യുന്നു? അത് എപ്പോഴും പോകുന്നു. ആ പന്നിയെ എത്രത്തോളം നമ്മൾ ഭംഗിയാക്കി വച്ചാലും അത് വീണ്ടും എന്ത് ചെയ്യും? അടുക്കിലേക്ക് പോകും. അത് ജസ്റ്റ് ഒരു മോഡിഫിക്കേഷനാണ്. പക്ഷേ ആ പന്നി എന്തായിട്ട് മാറണം? ഒരാടായിട്ട് മാറണം. എന്നാൽ മാത്രമാണ്. കാരണം നമ്മളുടെ ഹൃദയം എല്ലാത്തിനേക്കാളും ദോഷമേറിയതും കളങ്കമുള്ളതുമാണ്. ഈ പുതിയൊരു ഹൃദയം നമുക്ക് ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അത് ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ? There's a death to self and sin. സ്വയത്തോടും പാപത്തോടും നമ്മൾ മരിക്കണം. ആൻഡ് എ ന്യൂ ലൈഫ് ഓൾ ടുഗദർ. എൻ്റെ ഒരു പുതിയൊരു ജീവിതം. ദിസ് ചേഞ്ച് ക്യാൻ ബി ബ്രോട്ട് എബൌട്ട് ഓൺലി ബൈ എഫക്ച്വൽ വർക്കിംഗ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. നമുക്കിത് കൂടുതൽ മനസ്സിലാക്കാം. ഈ അൺകണ്ടീഷണൽ പാർഡനിങ്, അതേപോലെ കണ്ടീഷണൽ ക്ലെൻസിങ്. പാപക്ഷമയ്ക്ക് 2 ഘട്ടമുണ്ട്. ഫോർഗീവ്നെസ്, ക്ഷമയ്ക്ക് 2 ഘട്ടമുണ്ട്. ഒന്ന്, അത് ജസ്റ്റ് ക്ഷമിക്കുക, പാർഡൺ ചെയ്യുക എന്നാണ്. രണ്ടാമത്തത് ക്ലെൻസിങ്ങുമാണ്. നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 1:7-9 ഇപ്രകാരം വായിക്കുന്നു, ഞാൻ വെളിച്ചത്തിൽ ഇരിക്കും പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതെ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഈ വാക്യം എന്താണ് പറയുന്നത്? നമ്മൾ പാപത്തെ ഏറ്റുപറഞ്ഞാൽ മാത്രമാണ് പാപം നമ്മോട് ക്ഷമിക്കുന്നതും സകല അനീതിയും നമ്മളെ പോക്കുന്നതും. ഇത് നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഇനി എഫെസ്യർ 1:3-7 നമ്മൾ വായിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ക്രിസ്തുവിലാണ് നമുക്ക് ക്ഷമ നമുക്ക് ലഭിക്കുന്നത്. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്തെ അതിക്രമങ്ങളുടെ മോചനം എന്ന് വീണ്ടെടുപ്പ് ഉണ്ടെന്നാണ് എഫെസ്യർ 1:7 പറയുന്നത്. ക്രിസ്തുവിലാണ് നമുക്ക് രക്ഷയുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ എല്ലാവരെയും ക്രിസ്തുവിലാക്കി തീർത്തു. കാരണം നമ്മളെ പാപക്ഷമ ലഭിക്കാനുള്ള ഒരു വഴിയിൽ നമ്മളെ ആക്കി. ഞാൻ കുറച്ചുകൂടി ഇതിനെ ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ, ചില കാര്യങ്ങൾ നമ്മൾ കാണണം, നമ്മൾ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ഈ വഴി കൂടെ കടത്തി വിട്ടാൽ, ഈ സ്ഥലത്ത് പോയാൽ ഈ കുഞ്ഞ് ഇത് പഠിക്കും. കാരണം ആ വ്യക്തി അത് കാണുമ്പോൾ അത് പഠിക്കുമെന്ന് ചില സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യും, ആ കുഞ്ഞുങ്ങളെ അയക്കാറുണ്ട്. അവിടെ പോകുമ്പോൾ ആ കുഞ്ഞ് ഇത് പഠിക്കും, അല്ലെങ്കിൽ എൻ്റെ മോൻ ഇത് പഠിക്കുമെന്ന്. കാരണം അവരെ അവിടെ വിടാനുള്ള കാരണം എന്താണ്? അത് സ്വീകരിക്കാൻ വേണ്ടിയാണ്. അതേപോലെ ഇവിടെ ദൈവം ചെയ്യുന്നത് നമ്മളെ ക്രിസ്തുവിലാക്കി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ക്ഷമ, ക്രിസ്തുവിലുള്ള ദൈവക്ഷമ നമ്മൾ കാണാൻ വേണ്ടി. ഇത് തുടർന്ന് പറയുന്നു, ദൈവക്ഷമ അല്ലെങ്കിൽ പാർഡൺ, ദൈവം നമുക്ക് നൽകുന്ന ക്ഷമ എന്ന് പറയുന്നത് ഒരു നിബന്ധനയും ഇല്ലാത്തതാണ്. ഇറ്റ് ഈസ് ഹോളി അൺകണ്ടീഷണൽ. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോട് ക്ഷമിക്കുന്നു. ഇതിന് ഒരു നിബന്ധനയുമില്ല. ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് ഇപ്പോൾ തുറന്നു വെച്ചിട്ടുണ്ട്, നമ്മുടെ ഏത് അവസ്ഥയിലായാലും. റോമർ 5:8-10 പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം നമ്മളുടെ സ്നേഹത്തെ
പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം എത്ര അധികമായി അവൻ്റെ കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. അപ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? പാപക്ഷമ നൽകി കഴിഞ്ഞു. പക്ഷേ നമ്മൾ നേരത്തെ വായിച്ച വാക്യപ്രകാരം നമ്മൾ എന്താണ് നേരത്തെ വായിച്ച 1 യോഹന്നാൻ 1:7-9 അനുസരിച്ച് പാപക്ഷമ എന്താണ്? നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ മാത്രമാണ് പാപക്ഷമ ലഭിക്കുന്നു. അപ്പോൾ ഈ ക്ഷമയെ എന്ന് മലയാളത്തിലും പാഠൻ എന്ന് ഇംഗ്ലീഷിലും തർജ്ജമ ചെയ്യുന്നത് 2 മൂലപദത്തിൽ നിന്നാണ്. നമുക്കതിന് 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് കൊലോസ്യർ 2:14. കൊലോസ്യർ 2:13-14 അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ച് അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. ഇവിടെ ഒരു കണ്ടീഷനും പറയുന്നില്ല, ഇവിടെ പറയുന്നു ക്ഷമിച്ചു എന്നാണ്. നമ്മൾ സകല അകൃത്യങ്ങളും ദൈവം ക്ഷമിച്ചു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം എന്ന് പറയുന്നത് കരിസോമ എന്ന വാക്കാണ്. അതേപോലെ 1 യോഹന്നാൻ 1:9 പറയുന്ന അവിടെ നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മളെ ക്ഷമിക്കുവാനും നമ്മുടെ പാപങ്ങളെ പോക്കൂ എന്ന് പറയുന്നു. അവിടെ ക്ഷമിക്കൂ എന്ന വാക്ക് എടുത്തിരിക്കുന്ന മൂലപദം അഫീമി എന്നാണ്. എന്താണ് ഈ 2 വാക്ക്? രണ്ടും പാർഡൻ അല്ലെങ്കിൽ രണ്ടും ക്ഷമിക്കൂ എന്ന അർത്ഥമാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ 2 വാക്കുകൾക്കും വ്യത്യാസമുണ്ട്. കരിസ്മ എന്ന് പറഞ്ഞാൽ ടു ബെസ്റ്റോ എ ഫേവർ അൺകണ്ടീഷണലി യൂസ് എസ് ആൻ ആക്ട് ഓഫ് ഫോർഗീവ്നെസ്. ഒരു നിബന്ധനയുമില്ലാതെ ക്ഷമിച്ചു നൽകുന്നു, അതങ്ങ് മാറ്റിക്കളയുന്നതാണ്. പക്ഷെ നേരെ മറിച്ച് അഫീമി എന്ന വാക്ക് നമുക്ക് വേറെയും കാണാൻ സാധിക്കും വേദപുസ്തകത്തിൽ. മത്തായി 13:36 അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് അവിടെ ഉപേക്ഷിക്കുന്ന വാക്ക് അഫീമി എന്നാണ്. അതേപോലെ 1 കൊരിന്ത്യർ 7:11 ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുമരുത്. ഉപേക്ഷിക്കുക, അതും അഫീമിയാണ്. ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അഫീമി എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളും വിഭിന്നമാകുക, 2 കാര്യങ്ങളും സെപ്പറേറ്റ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് നമ്മൾ നേരത്തെ വായിച്ച വാക്യം 1 യോഹന്നാൻ 1:9 ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? അഫീമി എന്നാണ്. അഫീം എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ആ ദൈവം എന്ത് ചെയ്യും? ആ പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റും. പക്ഷേ ദൈവം നമ്മോട് പാപം എല്ലാം ക്ഷമിച്ചു. നമുക്ക് എല്ലാവർക്കും ക്ഷമ നൽകി. കാൽവറിയിൽ ഒരു കോപ്പറേറ്റ് ആയിട്ടുള്ള പാഠം ദൈവം നമുക്ക് നൽകി കഴിഞ്ഞു. ദൈവം നമ്മളെ ഓൾറെഡി നമ്മുടെ പാപങ്ങളെല്ലാം എന്ത് ചെയ്തു? ക്ഷമിച്ചു നൽകി. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ആ ക്ഷമ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഇനി എനിക്ക് അനേക കാര്യങ്ങൾ വായിക്കണമെന്നുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്കെല്ലാവർക്കും മുടിയനായ പുത്രൻ്റെ ഉപമ അറിയാം. ഒരു പുത്രൻ തൻ്റെ ഷെയർ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. അവിടെ പന്നികളുടെ ഇടയിൽ അവൻ കഴിയുന്ന സമയത്ത് അവൻ ചിന്തിച്ചു, എൻ്റെ പിതാവ് എന്നോട് ക്ഷമിക്കുമോ? അറ്റ്ലീസ്റ്റ് അവിടെ ഒരു വേലക്കാരൻ്റെങ്കിലും ഒരു സ്ഥാനമുണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുടിയനായ പുത്രൻ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. പക്ഷേ ആ പിതാവ് എന്ത് ചെയ്യായിരുന്നു? നാളുകളായിട്ട് തൻ്റെ മകൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൻ ജനലിൽ കൂടെ തൻ്റെ മകൻ എപ്പോൾ വരുമെന്ന് ദൂരത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരിക്കൽ തൻ്റെ മകനെ കണ്ടപ്പോൾ അവിടെ ആ തൻ്റെ ഭവനം വിട്ട് ഓടി ആടെ അടുക്കിലേക്ക് പോയി, മകൻ്റെ അടുക്കിലേക്ക്. കാരണം പിതാവ് തൻ്റെ മകനോട് എപ്പോഴേ ക്ഷമിച്ചു. ആ മുടിയനായ പുത്രനോട് എപ്പോഴേ ക്ഷമിച്ചു. പക്ഷെ മുടിയനായ പുത്രൻ എന്ത് ചെയ്യണമായിരുന്നു? തൻ്റെ പിതാവിൻ്റെ അടുക്കൽ വരണമായിരുന്നു ആ ക്ഷമ ലഭിക്കാൻ. അപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ വസ്ത്രം മാറ്റി, അവന് പുതിയ വസ്ത്രം കൊടുത്തു, മോതിരം ഇട്ട് കൊടുത്തു, അവിടെ ഒരു മൃഗത്തെ അറുത്തു. എല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കും. എന്താ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? ഇതാകുന്നു മനുഷ്യനും എനിക്ക് നിങ്ങൾക്കുള്ള ലഭിച്ച പാപക്ഷമ. ക്രിസ്തു ക്രൂശിൽ മരിച്ചവരോടെ നമുക്കുള്ള വില നൽകി കഴിഞ്ഞു. ഹി ഈസ് റെഡി ടു ഫോർഗീവ് ആൻഡ് ഹി ഹാസ് ഫോർഗീവൻ. എല്ലാവരുടെ പാപങ്ങൾ, നിങ്ങളുടെ ഏത് പാപങ്ങളായിക്കോട്ടെ, ക്രൂശിൽ അവൻ ക്ഷമിച്ച് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് അവൻ്റെ അടുക്കിലേക്ക് പോവുക. നമ്മൾ നേരത്തെ വായിച്ച 1 യോഹന്നാൻ വായിച്ച പോലെ അവൻ്റെ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറയാതെ ക്ഷമിക്കും. ക്ഷമിക്കാൻ പറ്റാത്ത പാപം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ആത്മാവിനെ തുടർന്ന് നമ്മൾ പാപം ചെയ്തുകൊണ്ട് അവന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണെങ്കിൽ മാത്രമാണ്. കാരണം ക്രിസ്തുവിലേക്കുള്ള ഏകമാർഗം അടയും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വസിക്കുന്ന അടികൾ പാത്രയുടെ പിതാവേ, ഇത് പഠിപ്പിച്ചു തന്ന കൃപയെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമാണ് നമ്മളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നത്. ആ ആത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുവാനും നമ്മൾ തുടർന്ന് പാപത്തിൽ പോകുന്നത് നിർത്തുവാനായിട്ട് സഹിതം പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി പാപക്ഷമ കാൽവരിയിൽ വച്ചിട്ടുണ്ട്. അന്ന് ആ മുടിയനായ പുത്രൻ ചെയ്തതുപോലെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോയാൽ മാത്രം മതി. ഞാനും നിങ്ങളും ഇന്ന് ഓടുക മാത്രം മതി പിതാവിൻ്റെ അടുക്കിലേക്ക്.
അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്ന് നമുക്ക് തന്ന വാഗ്ദത്തത്തെ സ്തുതിക്കുന്നു. ആ പാപക്ഷമ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ അടികളെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ.